قال الله تعالى في الكتاب العزيز الحكيم أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم إنما التوبة على الله للذين يعملون السوء بجهالة ثم يتوبون من قريب فأولئك يتوب الله عليهم وكان الله عليما حكيما صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والعاقبة للمتقين والحمد لله رب العالمين. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളായ സഹോദരി സഹോദരന്മാരെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അതിലംഘിക്കാതെ വ്യക്തിജീവിതത്തെയും കുടുംബജീവിതത്തെയും സാമൂഹ്യ ജീവിതത്തെയും മുന്നോട്ട് നയിക്കണമെന്ന് ആദ്യമായി എന്നോടും പിന്നീട് നിങ്ങളെയും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ജീവിതത്തിലുടനീളം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങളനുസരിച്ച് ജീവിക്കുവാനും അവസാനം പൂർണ്ണമായ ഈമാനോടുകൂടി ഈ ലോകത്ത് നിന്ന് വിട പറയുവാനും നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അംബിയാ മുർസലീങ്ങളോടൊപ്പം സന്തോഷം കഴിഞ്ഞുകൂടുവാനുമുള്ള തൗഫീഖ് നൽകി റഹീമുർ-റഹീമിനായ റബ്ബ് നമ്മെല്ലാവരെയും എല്ലാ അർത്ഥത്തിലും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കറിയാം, പരിശുദ്ധ റമളാൻ നമ്മോട് ഏതാണ്ട് വിട പറയുകയാണ്. ഇനി 6-7 ദിവസങ്ങൾ മാത്രമാണ് കൂടിയാൽ റമളാനിൽ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ കഴിഞ്ഞുപോയ രാപ്പകലുകളുടെ കുറവുകൾ നികത്തി വരുന്ന അതിനിർണായകമായ രാപ്പകലുകൾ കൂടുതൽ ഫലപ്രദമായിട്ട് പ്രയോജനപ്പെടുത്തുവാൻ, വിനിയോഗിക്കുവാൻ നാം ഓരോരുത്തരും ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അതിന് അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കറിയാം, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളവും ഇസ്ലാമിൻ്റെ പ്രമാണരേഖയായ വിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ചിടത്തോളവും തെറ്റുപറ്റാത്ത, തെറ്റ് സംഭവിക്കാത്ത, തെറ്റ് ചെയ്യാത്ത ഒരു മനുഷ്യസങ്കല്പം എവിടെയും അവതരിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയില്ല. നമ്മളിത് നേരത്തെ പറഞ്ഞു വച്ചിട്ടുള്ള കാര്യമാണ്. മനുഷ്യൻ തെറ്റ് ചെയ്യും, അവന് തെറ്റു പറ്റും, അവൻ പാപം ചെയ്യും. ഇതൊക്കെ മനുഷ്യൻ്റെ തന്നെ ഒരു പ്രകൃതമായിട്ടാണ് ഇസ്ലാം നോക്കിക്കാണുന്നത്. എത്രത്തോളം എന്ന് ചോദിച്ചാൽ, ആകാശഭൂമികളോളം വിശാലമായ സ്വർഗത്തിന് അർഹരായിട്ടുള്ള മുത്തക്കികൾക്കും ഔലിയാക്കൾക്കും വരെ തെറ്റുകൾ പറ്റാനും തെറ്റ് ചെയ്യാനും ഉള്ള സാധ്യതയാണ് ഇസ്ലാമിൻ്റെ പ്രമാണരേഖയായ വിശുദ്ധ ഖുർആൻ നമുക്ക് മുമ്പിൽ പറഞ്ഞു വയ്ക്കുന്നത്. അതുകൊണ്ട് തെറ്റ് പറ്റാത്ത ആരും ലോകത്തില്ല. പക്ഷെ നമ്മളെ പറഞ്ഞു പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഔലിയാക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു കറാഹത്ത് പോലും അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവില്ല എന്നൊക്കെയുള്ള സംഗതികളാണ് നമ്മെ പറഞ്ഞു പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളുമായി അതിനൊന്നും യാതൊരു ബന്ധവുമില്ല. തുർമുദിയും ഇബ്നു മാജയും ഹാക്കിമും ഒക്കെ അവരുടെ ഹദീസ് സമാഹാരങ്ങളിൽ ഉദ്ധരിച്ച ഒരു വചനം നമുക്കിങ്ങനെ കാണാം. ഹദീസ് സമാഹാരങ്ങളിൽ കുല്ലു ഇബ്നു ആദമ ഖത്താഊൻ വ ഖൈറുൽ ഖത്താഈന തവ്വാബൂൻ. കുല്ലു ഇബ്നു ആദമ ഖത്താഊൻ, എല്ലാ മനുഷ്യരും തെറ്റുപറ്റുന്നവരാണ്, അല്ലെങ്കിൽ തെറ്റ് ചെയ്യുന്നവരാണ്, പാപം ചെയ്യുന്നവരാണ്. വ ഖൈറുൽ ഖത്താഈന തവ്വാബൂൻ, അതിൽ നല്ലവരെന്ന് പറയുന്നത് ആ തെറ്റ് ചെയ്തതിന് ശേഷം ആ തെറ്റ് തിരിച്ചറിഞ്ഞ് തൗബ ചെയ്യുന്ന ആളുകളാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. ആദം ഹവ്വ സംഭവത്തിലൂടെയും അള്ളാഹു നമ്മെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് മനുഷ്യൻ തെറ്റുപറ്റുന്നവനാണ്, തെറ്റുപറ്റിയാൽ അവൻ ചെയ്യേണ്ടത് തൗബ ചെയ്യുകയാണ് ചെയ്യേണ്ടത് എന്ന വലിയ ഒരു സന്ദേശമാണ്
ആദം ഹവ്വ ദമ്പതികളിലൂടെ വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. നമുക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വൃക്ഷത്തോട് അടുക്കരുത് എന്ന് അവരോട് കൽപ്പിച്ചു. ആ ഒറ്റ കാര്യമേ അവരോട് കൽപ്പിച്ചിരുന്നുള്ളൂ. അള്ളാഹുവിൻ്റെ മഹത്വം തിരിച്ചറിഞ്ഞ ഒരു ആളാണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയോടും പത്നിയോടും അള്ളാഹു പറഞ്ഞത് ഒറ്റ വിലക്കേ അവർക്കുണ്ടായിരുന്നുള്ളൂ: ആ വൃക്ഷത്തോട് നിങ്ങൾ അടുക്കരുത്. ആ കാര്യം ലംഘിച്ചുകൊണ്ടാണ് അവർ പാപം ചെയ്തത്. അത് ലംഘിക്കുകയാണ് അവർ ചെയ്തത്. അത് ലംഘിച്ചതിന് ശേഷം അവർ തങ്ങളെ ലംഘിച്ചു എന്ന് തിരിച്ചറിയുകയും അള്ളാഹുവിനോട് പശ്ചാത്തപിക്കുകയും ചെയ്തു. ഫതലഖ ആദമ മിർ റബ്ബിഹി കലിമാത്തിൻ ഫതാബ അലൈഹി. അതിനെക്കുറിച്ചാണ് വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 37-ാം വചനത്തിൽ സൂചിപ്പിച്ചത്. ഫതലഖ ആദമ മിർ റബ്ബിഹി, ആദമു മിർ റബ്ബിഹി കലിമാത്തിൻ ഫതാബ അലൈഹി. അഥവാ ആദം ഹവ്വ അള്ളാഹുവിങ്കൽ നിന്ന് ചില വചനങ്ങൾ മനസ്സിലാക്കുകയും ആ വചനങ്ങൾ ഉപയോഗിച്ച് അള്ളാഹുവിനോട് പശ്ചാത്തപിക്കുകയും ആ പശ്ചാത്താപം അള്ളാഹ് സ്വീകരിക്കുകയും ചെയ്തു എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. ആ പശ്ചാത്താപ വചനങ്ങളാണ് നമ്മൾ സാധാരണ പ്രാർത്ഥനയിൽ പറയുന്ന റബ്ബന വലംന അൻഫുസന വ ഇല്ലം തഗ്ഫിർ ലനാ വ തർഹംന ലനകൂനന്ന മിനൽ ഖാസിരീൻ. അള്ളാഹുവേ, ഞങ്ങളോട് തന്നെ അക്രമം പ്രവർത്തിച്ചു പോയി നാഥ, അതുകൊണ്ട് ഞങ്ങളോട് മാപ്പാക്കണം, ഞങ്ങൾക്ക് പുറത്തു തരണം, ഇല്ലെങ്കിൽ ഞങ്ങൾ നഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിലായി പോകും എന്ന് ഇവർ ഇരുവരും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്, പശ്ചാത്തപിക്കുകയാണ്, ഇസ്തിഗ്ഫാർ ചെയ്യുകയാണ്. അള്ളാഹു അത് സ്വീകരിക്കുകയാണ്. ഇതും നമുക്ക് പഠിപ്പിച്ചു തരുന്നത് മനുഷ്യർക്ക് തെറ്റുപറ്റൂല എന്നല്ല. ആദം നബിയെക്കുറിച്ച് നമ്മൾ പറയുന്നത് നബീന്നാണല്ലോ. ഇപ്പോഴും നമ്മൾ ആദം നബീന്നാ പറയുന്നത്. അത് മുസ്ലിം ലോകത്ത് ആദം നബിയാണോ, ആദം വെറും ഒരു മനുഷ്യനായിരുന്നോ, പ്രഥമ നബി ആരാണ് എന്ന കാര്യത്തിലൊക്കെ അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷെ പൊതുവിൽ നമ്മളൊക്കെ പറയുന്ന ആദം നബി നബിയാണ് എന്നാണ്. ആ ആദം നബിക്കാണ് ഈ തെറ്റുപറ്റിയത്. ആ ആദം നബി എന്താ ചെയ്തത്? പശ്ചാത്തപിക്കുകയാണ് ചെയ്തത്. ഈ തെറ്റുകളൊക്കെ മനുഷ്യന് പറ്റിയാലും അള്ളാഹു അവൻ്റെ പശ്ചാത്താപം സ്വീകരിക്കാൻ സന്നദ്ധമാണ്. ആ തെറ്റ് പുറത്തു കൊടുക്കാൻ സന്നദ്ധമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു മനുഷ്യൻ എത്ര വലിയ തെറ്റ് ചെയ്താലും അത് പുറത്തു കൊടുക്കാൻ അള്ളാഹു സന്നദ്ധനാണ്. ഒറ്റ കണ്ടീഷനേ ഉള്ളൂ: തൗബ ചെയ്യണം. തൗബ ചെയ്യണം എന്ന, പശ്ചാത്തപിക്കണം എന്ന കണ്ടീഷനാണ് അള്ളാഹു മുന്നോട്ട് വയ്ക്കുന്നത്. അള്ളാഹു അവൻ്റെ വേദഗ്രന്ഥത്തിൽ പറയുന്നത് കാണാം: യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, തൂബു ഇലല്ലാഹി തൗബത്തൻ നസൂഹ. തൂബു ഇലല്ലാ, നിങ്ങൾ അള്ളാഹുവിങ്കലേക്ക് തൗബ ചെയ്യൂ. തൗബത്തൻ നസൂഹ, നിഷ്കളങ്കമായ തൗബ ചെയ്യൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അള്ളാഹ്ക്ക് ആവശ്യം അതാണ്. തെറ്റ് ചെയ്തവരിൽ നിന്ന് അള്ളാഹുവിന് ആവശ്യം അതാണ്. 66-ാം അധ്യായത്തിലെ 8-ാം വചനമാണ്. സൂറത്തു തഹ്രീമിലെ 8-ാം വചനമാണിത്. യാ അയ്യുഹല്ലദീന ആമനു, ഹേ സത്യവിശ്വാസികളെ, തൂബു ഇലല്ലാ, നിങ്ങൾ അള്ളാഹുവിങ്കലേക്ക് പശ്ചാത്തപിക്കുക. തൗബത്തൻ നസൂഹ, അവരെ ഒന്ന് സ്ട്രെസ് ചെയ്തുകൂടി അള്ളാഹ് പറയുകയാണ്. തൗബത്തൻ നസൂഹ, അഥവാ നിഷ്കളങ്കമായ പശ്ചാത്താപം നടത്തുക, നിഷ്കളങ്കമായ തൗബ നടത്തുക. അതേപോലെ തന്നെ 39-ാം അധ്യായം സൂറത്തു സുമറിൽ 54-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു: ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, തങ്ങളോട് അമിതമായി തെറ്റ് ചെയ്ത ആളുകൾ, തങ്ങളോട് അമിതമായ അക്രമം ചെയ്ത ആളുകൾ, എന്ത് പാപവുമാകട്ടെ, അത് ചിലപ്പോൾ വ്യഭിചാരമാകാം, അത് ചിലപ്പോൾ മദ്യപാനമാകാം, അതല്ലെങ്കിൽ മറ്റു പല പാപങ്ങളുമാകാം. ഇതൊക്കെയാണെങ്കിലും ശരി, നിങ്ങളത് ചെയ്തു പോയി എന്ന കാരണത്താൽ നിങ്ങൾ നിരാശരാകേണ്ടതില്ല. ഞങ്ങളെ ഇനി അള്ളാഹു സ്വീകരിക്കുവോ, ഞങ്ങളോട് അള്ളാഹു പൊറുക്കുവോ, ഞങ്ങളെ അള്ളാഹു വെറുക്കോ എന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ടതില്ല. ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, അള്ളാഹുവിൻ്റെ പുറത്തു തരിക എന്ന് പറയുന്ന കാരുണ്യത്തെ തൊട്ട് നിങ്ങൾ ഒരു കാരണവശാലും നിരാശരാകേണ്ടതില്ല, ഡെസ്പാവേണ്ടതില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അങ്ങനെ വിശുദ്ധ ഖുർആനിലുണ്ടല്ലോ ഒരായത്ത്, വളരെ മനോഹരമായ ഒരായത്താണ്. പാപമാണല്ലോ നമ്മുടെയൊക്കെ ഏറ്റവും വലിയ ദൂഷ്യം എന്ന് പറയുന്നത്, തെറ്റാണല്ലോ നമ്മുടെയൊക്കെ ഏറ്റവും വലിയ അക്രമം എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് അല്ലാഹ് പറയുന്നത്: കുൽ യാ ഇബാദിയല്ലദീ, എൻ്റെ അടിമ,
തങ്ങളോട് തന്നെ അമിതമായി ഇസ്രാഫ് കാണിച്ചു. ഇബാദിയല്ലദീന അസ്റഫു, ഇസ്രാഫ് എന്ന് പറഞ്ഞാൽ അമിതത്വം എന്നാണ് അർത്ഥം. ഇസ്രാഫ്, വെള്ളം കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതിന് വെള്ളം ഇസ്രാഫ് ചെയ്യരുത് നമ്മൾ പറയാറില്ലേ? ഭക്ഷണം അമിതമായി കഴിക്കുന്ന അത് ഇസ്രാഫ് ചെയ്യരുത് നമ്മൾ പറയാറില്ലേ? ദൂർത്തടിക്കരുത്, ഓവറായിട്ട് ഉപയോഗിക്കരുത് എന്നൊക്കെ പ്രയോഗിക്കുന്ന അമിതത്വത്തിന് സൂചിപ്പിക്കുന്നതാണിത്. ആ അമിതത്വം തെറ്റിന്റെ കാര്യത്തിൽ അള്ളാഹു ഇവിടെ പ്രയോഗിച്ചിരിക്കുകയാണ്. ആ പദപ്രയോഗം, അമിതമായി തെറ്റ് ചെയ്ത എൻ്റെ ആത്മാക്കളെ, എൻ്റെ അടിമകളെ, നിങ്ങൾ ഒരിക്കലും ലാ തഖ്നതു, നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടേണ്ടതില്ല. എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു തരും. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, നിങ്ങൾ ചെയ്തു വച്ചിട്ടുള്ള മുഴുവൻ പാപങ്ങളും അള്ളാഹു പുറത്തു തരും. അതിന് പശ്ചാത്തപിക്കണം. ഇതാണ് ഇസ്ലാമിൻ്റെ ആവശ്യം, ഇതാണ് അള്ളാഹുവിൻ്റെ ആവശ്യം. പശ്ചാത്താപം എന്ന് പറഞ്ഞാൽ, തൗബ എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസിയുടെ വലിയ സാധ്യതയാണ് തൗബ, വലിയ അവലംബമാണ് തൗബ. പശ്ചാത്തപിക്കുക എന്ന് പറഞ്ഞാൽ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വലിയ അവലംബമാണ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ തൗബയെ ഒരു സീരിയസ് മാറ്ററായിട്ട് എടുക്കുന്നില്ല എന്നതാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്കതിനെക്കുറിച്ചുള്ള അജ്ഞതയാണ്. തൗബയെക്കുറിച്ച് എന്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്? പാപം പൊറുക്കലിനെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്നൊന്നും നേർക്ക് നേരെ നമ്മൾ എപ്പോഴും സൂചിപ്പിക്കാറുള്ളത് പോലെ ഖുർആനിൽ നിന്നും ഇത് നമ്മൾ പഠിച്ചിട്ടില്ല, നമ്മളാണെങ്കിലൊക്കെ പഠിപ്പിച്ചിട്ടുമില്ല. വിശുദ്ധ ഖുർആനിൽ ഇതിനെ സംബന്ധിച്ച് എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എന്നതിനെക്കുറിച്ചുള്ള ഒരു പഠനം സാമാന്യ ജനം നടത്താറില്ല. ഇപ്പൊ നമ്മൾ ഖത്തം തീർത്തപ്പോൾ ഇതിലൂടെ എല്ലാം നമ്മൾ കടന്നുപോയിട്ടുണ്ട്. ഏതിലൂടെയാണ് കടന്നുപോയത്, എന്തു പറഞ്ഞാണ് കടന്നുപോയത് എന്നൊന്നും ഒരു ധാരണയും നമുക്കില്ല. ഇതിലൂടെയൊക്കെ നമ്മൾ പോയിട്ടുണ്ട്, പക്ഷെ ഒരു ധാരണയും നമുക്കില്ല. തൗബയെക്കുറിച്ച് നമ്മൾ കുറെ തെറ്റിദ്ധാരണകൾ നമുക്കുണ്ട് തൗബയെക്കുറിച്ച്. ഒന്നാമത്, തൗബ എന്ന് പറയുന്നത് കൊല്ലത്തിലൊരിക്കൽ നടത്തേണ്ടതല്ല. കൊല്ലത്തിലൊരിക്കൽ നടത്തേണ്ട ഒരു കാര്യമല്ല തൗബ. അതുപോലെ തന്നെ റമദാൻ മാസത്തിലും നടത്തേണ്ടതല്ല തൗബ. റമദാൻ മാസവും തൗബയായ ഒരു ബന്ധമില്ല. പിന്നെ നമ്മളിപ്പോൾ എന്തിനാണ് ഇപ്പം ഇത് പറയുന്നതെന്ന് ചോദിച്ചാൽ, റമദാൻ മാസമായിട്ട് സക്കാത്തിനൊരു ബന്ധമില്ലല്ലോ. സക്കാത്തിന് റമദാൻ മാസമായിട്ടൊരു ബന്ധമില്ല. സക്കാത്തിന് അതിൻ്റെ കാലാവധി നിസാബുമായിട്ടാണ് ബന്ധം, അത് റമദാനായിട്ട് ബന്ധമില്ല. പിന്നെ നമ്മൾ റമദാനിലാണ് ഇത് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, റമദാനിൽ കൊടുത്താൽ കുറച്ച് കൂലി കിട്ടും എന്നൊക്കെയുള്ള ധാരണ വ്യാപകമായി പരക്കെ പടർന്നിട്ടുള്ളത് കൊണ്ടാണ് നമ്മളിത് പറയുന്നത്. മാത്രമല്ല, ഒരു ഭക്തിയുടെ അന്തരീക്ഷം നമ്മെ വലയം ചെയ്യുന്നുണ്ട്. ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് ചുറ്റും രൂപപ്പെടുന്ന ഒരു മാസമാണ് റമദാൻ. നമുക്ക് എല്ലാവർക്കും അറിയാം, അത് ആർക്കും നിഷേധിക്കാൻ പറ്റൂല. നമ്മളെ റമദാൻ അല്ലാത്ത മാസങ്ങളിലുള്ളതിനേക്കാൾ കൂടുതൽ ഭക്ത്യാദര മര്യാദകൾ നമ്മൾ പാലിക്കുന്ന ഒരു മാസമാണ് റമദാൻ. അതുകൊണ്ട് തന്നെ പലതും പറഞ്ഞ് ധരിപ്പിക്കാനും പറഞ്ഞ് പിടിപ്പിക്കാനും പറ്റുന്ന ഒരു മാസമാണ് റമദാൻ. അതുകൊണ്ടാണ് ഈ സക്കാത്തിനെ കുറിച്ച് റമദാനി പറയുന്നത്. അല്ല, റമദാനും സക്കാത്തോട്ടൊരു ബന്ധമില്ല, തൗബക്കും റമദാനായിട്ടൊരു ബന്ധമില്ല. കാരണം തൗബ എന്ന് പറയുന്ന സംഗതി കൊല്ലത്തിലൊരിക്കൽ നടത്തേണ്ട ഒരു സാധനമല്ല. തൗബ എന്ന് പറയുന്നത് റമദാനിൽ നടത്തേണ്ട ഒരു സംഗതിയല്ല. ഇനി തൗബ എന്ന് പറയുന്നത് വഅദ് പരമ്പരയുടെ അവസാനം നടത്തേണ്ട പരിപാടിയുമല്ല. സാധാരണഗതിയിൽ പണ്ട് കാലത്തൊക്കെ ഈ തൗബ എന്ന് പറയുന്നത് വഅദ് പരമ്പരയുടെ അവസാനത്തിൽ തൗബാക്കാശ് കൊടുത്ത് നടത്തേണ്ട ഒരു പരിപാടിയായിട്ടാണ് കണ്ടിട്ടുള്ളത്. കാരണം തൗബാക്കാശ് എന്നും പറഞ്ഞ ഒരു കവറൊക്കെ തന്നു പാവങ്ങളുടെ അജ്ഞതയെ ചൂഷണം ചെയ്യുകയാണ്. കാശുണ്ടാക്കാൻ എന്തൊക്കെയാണോ മാർഗങ്ങൾ, തൗബയെങ്കിൽ തൗബ. ഇസ്ലാമിൽ വളരെ ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള ഒരു സംഗതിയാണ് തൗബ എന്ന് പറയുന്നത്. വിശ്വാസികളെ വിളിച്ച് അല്ലാഹു പറഞ്ഞതാണ്, സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിലേക്ക് നിഷ്കളങ്കമായി തൗബ ചെയ്യൂ എന്ന് പറഞ്ഞ ഇസ്ലാമിലെ വളരെ വലിയ ഒരു സാധ്യതയെ പണമുണ്ടാക്കാനുള്ള ഒരു പദ്ധതിയായിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തി. അത്രയേ ഉള്ളൂ. അല്ലാതെ വഅദ് പരമ്പരയുടെ അവസാനം നടത്തേണ്ട ഒരു സാധനമല്ല തൗബ എന്ന് പറയുന്നത്. ഇനി മറ്റൊരു സംഗതി കൂടിയുണ്ട്. തൗബ എന്ന് പറഞ്ഞാൽ ഒരാൾ ചൊല്ലി പറയേണ്ട കാര്യമല്ല. ഒരു മൗലവി അല്ലെങ്കിൽ ഒരു മുസ്ലിയാരി, ഒരു പണ്ഡിതൻ എല്ലാവർക്കും കൂടി തൗബ ചൊല്ലിത്തന്ന് അവരത് കേട്ട് പറഞ്ഞ്, ഇപ്പം നമ്മൾ റമദാനിലെ നിയ്യത്ത് പോലും ചൊല്ലിക്കൊടുത്താണ് ഇപ്പോൾ ചെയ്യിപ്പിക്കുന്നത്. പല പള്ളികളിൽ നമുക്ക് കാണാം നിയ്യത്ത് ചൊല്ലിക്കൊടുക്കുക. അങ്ങനെ ഒരു സംഭവമുണ്ട്, നിയ്യത്ത് ചൊല്ലിക്കൊടുക്കുന്നത്. നിയ്യത്ത് തന്നെ ചൊല്ലലല്ല, അതാണ് സംഭവം. നിയ്യത്ത് തന്നെ ചൊല്ലലല്ല, നിയ്യത്ത് മനസ്സുമായി ബന്ധപ്പെട്ടതാണ്. ഞാൻ എന്ത് ചൊല്ലിയാലും എൻ്റെ മനസ്സിൽ മറ്റൊന്ന് കാത്തു സൂക്ഷിക്കാൻ എനിക്ക് പറ്റും. അതുകൊണ്ട് തന്നെ ചൊല്ലേണ്ട സംഗതിയേ അല്ല നിയ്യത്ത്. ഒരു ആരാധനാകർമ്മത്തിന്റെ ഭാഗമായിട്ടും ചൊല്ലേണ്ട ഒരു സാധനമല്ല നിയ്യത്ത്. ഇപ്പൊ നമസ്കാരമാണെങ്കിൽ പോലും, നമസ്കാരത്തിൽ നമ്മൾ ഉസല്ലി ഫർള ളുഹരി അർബഅ റകഅത്ത് മുതവജ്ജിഹൻ ഖിബ്ലത ലില്ലാഹി തആല എന്നൊക്കെ നമ്മൾ പറയും.
പക്ഷെ അതും ചൊല്ലലല്ല, നിയ്യത്ത് എന്ന് പറഞ്ഞാൽ മനസ്സിലാണ് ഉണ്ടാകേണ്ടത്. മനസ്സിലില്ലാതെ ഒരാൾ നാവ് കൊണ്ട് എന്തൊക്കെ ചൊല്ലിയിട്ട് ഒരു കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് തൗബ എന്ന് പറയുന്നത് ഒരാൾക്ക് ചൊല്ലിക്കൊടുത്ത് ചൊല്ലിപ്പിക്കേണ്ട ഒരു സംഗതിയല്ല. നമ്മൾ തൗബയെ മനസ്സിലാക്കുമ്പോൾ അതുകൂടി മനസ്സിലാക്കണം. മൂന്നാമതായി നമ്മൾ തൗബയെ മനസ്സിലാക്കേണ്ടത് തൗബ എന്ന് പറഞ്ഞാൽ പാപമോചന പ്രാർത്ഥനയല്ല. നല്ലൊരു ശതമാനം ആളുകൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് തൗബ എന്ന് പറഞ്ഞാൽ ഇസ്തിഗ്ഫാറാണ്, പാപമോചന പ്രാർത്ഥനയാണ് എന്നാണ്. തൗബ എന്ന് പറഞ്ഞാൽ പാപമോചന പ്രാർത്ഥനയല്ല, ഒരു പ്രാർത്ഥനയേ അല്ല അത്. തൗബയിൽ പ്രാർത്ഥന അന്തർലീനമായിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ തൗബ എന്ന് പറഞ്ഞാൽ പാപമോചന പ്രാർത്ഥനയല്ല. തൗബയുടെ മലയാള അർത്ഥം എന്നുള്ള പശ്ചാത്താപമാണ്. ശ്രീകണ്ഠേശ്വരം ശബ്ദധാരാവലി എടുത്ത് നമ്മൾ നോക്കിയാൽ പശ്ചാത്താപത്തിന് എന്താണ് അർത്ഥം എന്നറിയാമോ? പശ്ചാത്താപത്തിന് തെറ്റ് ചെയ്തതിൻ്റെ പേരിൽ, പാപം ചെയ്തു പോയതിൻ്റെ പേരിലുള്ള ഖേദം എന്നാണ്. ഖേദം പ്രാർത്ഥനയല്ലോ, ഖേദമല്ലേ, ദുഃഖമല്ലേ? അതാണ് തൗബ. തൗബ എന്ന് പറഞ്ഞാൽ ഒരു തിരിഞ്ഞു നോട്ടമാണ്. തൗബ എന്ന് പറഞ്ഞാൽ ഒരു തിരിച്ചറിവാണ്. തൗബ എന്ന് പറഞ്ഞാൽ ഒരു തിരിഞ്ഞു നടത്തമാണ്. തിരിഞ്ഞു നോക്കുകയും അതിലൂടെ തിരിച്ചറിവുണ്ടാവുകയും പിന്നെ തിരിഞ്ഞു നടക്കുകയും ചെയ്യലാണ് തൗബ. ഒരു പറച്ചിലല്ല, ഒരു പ്രാർത്ഥനയല്ല. അതിന് സന്നദ്ധമായതിന് ശേഷം വിശ്വാസി നടത്തുന്ന പ്രാർത്ഥനയാണ് ഇസ്തിഗ്ഫാർ. ഇസ്തിഗ്ഫാറും തൗബയും രണ്ടാണ്. രണ്ടും പരസ്പരം കോംപ്ലിമെന്ററി ആണ്, പരസ്പരം പൂരകമാണ്, പരസ്പരം അന്തർലീനമാണ്. അതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ തൗബ എന്ന് പറഞ്ഞാൽ തെറ്റ് പുറത്തു തരാനുള്ള പ്രാർത്ഥനയല്ല തൗബ. തെറ്റ് ചെയ്യില്ല എന്ന തീരുമാനമാണ് തൗബ. തൗബ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കുറെ നാളായിട്ട് ചെയ്ത തെറ്റ് പുറത്തു തരാനുള്ള പ്രാർത്ഥനയല്ല. തൗബ എന്ന് പറഞ്ഞാൽ തെറ്റ് പുറത്തു തരാനുള്ള പ്രാർത്ഥനയല്ല. തൗബ എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്യില്ല എന്ന തീരുമാനമാണ്. അതാണ്, തിരിഞ്ഞു നോട്ടമാണ്. എൻ്റെ ഫ്ലാഷ് ബാക്ക് എന്താണ്, ഇന്നലകളിൽ ഞാൻ എന്താണ് ചെയ്തു വച്ചത്, തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന തിരിച്ചറിവാണ്. ആ തിരിച്ചറിവിൽ നിന്ന് അവൻ എത്തുന്ന ഒരു തീരുമാനമാണ് തിരിഞ്ഞു നടക്കാമെന്ന്, അള്ളാഹുവിലേക്ക് നടക്കാമെന്ന്. അപ്പം അതുകൊണ്ട് തൗബ എന്ന് പറഞ്ഞാൽ പാപമോചന പ്രാർത്ഥനയല്ല, തൗബയുടെ ഭാഗവും കൂടിയാണ് പാപമോചന പ്രാർത്ഥന എന്ന് നമുക്ക് പറയാം എന്നേ ഉള്ളൂ. നാലാമത്തേത്, നമ്മൾ തൗബയുടെ പേരിൽ പടച്ച തമ്പുരാനെ കളിയാക്കുകയാണ്. തൗബയുടെ പേരിൽ പടച്ച തമ്പുരാനെ നമ്മൾ കളിയാക്കുകയാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ, തൗബ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇപ്പം സൂചിപ്പിച്ചല്ലോ, തൗബ എന്ന് പറഞ്ഞാൽ ഒരു തിരിഞ്ഞു നോട്ടമാണ്, തിരിഞ്ഞു നടത്തമാണ് എന്നൊക്കെ പറഞ്ഞു. നമുക്ക് ഒരു തിരിഞ്ഞു നോട്ടോ ഇല്ല, ഒരു തിരിച്ചു നടത്തോ ഇല്ല, ഒരു തീരുമാനവും നമുക്കില്ല. നമ്മൾ ഈ വിഷയത്തിൽ ചെയ്യുന്ന തൗബ എന്ന് പറഞ്ഞ് ചെയ്യുന്ന എന്താണെന്ന് അറിയാമോ? ഒരു മനസ്സിൽ കൊള്ളാത്ത പ്രാർത്ഥനയാണ്, ഹൃദയത്തിൽ തട്ടാത്ത പ്രാർത്ഥനയാണ് യഥാർത്ഥത്തിൽ നമ്മൾ തൗബ എന്ന് പറഞ്ഞ് ചെയ്യുന്നത്. നമ്മൾ ഈ തൗബ ചെയ്യുമ്പോഴൊക്കെ നമുക്കൊരു തീരുമാനം എടുത്തിട്ടില്ല, നമ്മൾ ഇനി ഈ തെറ്റ് ചെയ്യൂല എന്നൊരു തീരുമാനവും നമ്മൾ എടുത്തിട്ടില്ല. നമ്മൾ ഈ തീരുമാനങ്ങളൊന്നും എടുക്കാതെയാണ് തൗബ ചെയ്യുന്നത്. ഒരു തരം പടച്ചവനെ ഇട്ട് വട്ട് കളിപ്പിക്കുന്ന രൂപത്തിലുള്ള ഒരു പരിപാടിയാണ്. നമ്മൾ പറയും പുറത്തു വരണേന്ന്. ഈ പുറത്തു വരണേന്ന് പറയലാണ് തൗബ എന്നാണ് ധരിച്ചു വെച്ചിട്ടുള്ളത്. പുറത്തു വരണേന്ന് പറയലല്ല തൗബ. ചെയ്ത കുറെ സംഗതികളുണ്ട്, ചെയ്ത കുറെ പാപങ്ങളുണ്ട്, ചെയ്ത കുറെ വൃത്തികേടുകളുണ്ട്, ചെയ്ത കുറെ കൊള്ളരുതായ്മകളുണ്ട്, ചെയ്ത കുറെ തെമ്മാടിത്തരങ്ങളുണ്ട്. ഈ തെമ്മാടിത്തരങ്ങൾ ഇനി ഞാൻ ചെയ്യൂല, അതുകൊണ്ട് പടച്ചവനെ എനിക്ക് വല്ലാത്ത ഖേദമുണ്ട്, എന്നോട് പൊറുക്കണം. അതിന് ശേഷമാണ് ഈ പൊറുക്കണമെന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ തൗബ ചെയ്യുമ്പോഴും തൗബ ചെയ്യുന്നതിന് മുമ്പും തൗബ ചെയ്തതിന് ശേഷവും ഇതൊക്കെ നമ്മൾ ചെയ്യണം. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ തെറ്റുകളെല്ലാം. എന്തെന്ത് തെറ്റാണോ ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ തൗബയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലേക്കൊന്നും ഈ തെറ്റുകളൊന്നും അക്കമിട്ട് കടന്നു വരാറില്ല. മനസ്സിലായില്ലേ? അക്കമിട്ട് ഇതൊന്നും കടന്നു വരാറില്ല. നമ്മളൊരു ഹോൾസെയിൽ അടിയാണ് അടിക്കുന്നത്, പാപമൊക്കെ പുറത്തു തരണം എന്നുള്ള ഒറ്റ ഡിമാൻഡാണ് നമുക്കുള്ളത്. ഈ പാപമൊക്കെ പുറത്തു തരണമെന്ന് പറഞ്ഞല്ല, ഞാൻ ആവർത്തിച്ചു പറയുന്നു, പാപം പുറത്തു തരണം എന്ന് അള്ളാഹുവിനോട് പറയലല്ല തൗബ. ഇന്നലെകളിൽ ഞാൻ ചെയ്ത പാപത്തെ കോർത്തുള്ള ഖേദവും അതിനെ തുടർന്ന് ഞാൻ ഇനി പാപം ചെയ്യൂല എന്നുള്ള തീരുമാനമുള്ള തൗബ. അപ്പൊ ചെയ്ത സംഗതി അവിടെ ഉണ്ടല്ലോ, അത് ഉറപ്പിക്കണമല്ലോ. അതിനാണ് പ്രാർത്ഥന. അതിനാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണ് സമ്പൂർണ്ണ തൗബയാകുന്നത്. ഈ തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകണം. അല്ല തൗബ കാശോ ചൊല്ലിക്കൊടുത്ത് ചൊല്ലിപ്പിക്കലോ ഒന്നുമല്ല ഇത്. നല്ല ബോധം വേണം. അതുകൊണ്ട് എന്താണ് തൗബ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി അവന്റെ പ്രമാണരേഖയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് നമ്മൾ പഠിക്കണം, നമ്മുടെ ആളുകളെ അത് പഠിപ്പിക്കണം.
അതാണ് ഞാൻ ഓതി വെച്ചത്. ഇന്നമ തൗബത്തു അലല്ലാഹി ലില്ലദീന യഅമലൂന സൂഅ ബിജഹാലത്തിൻ തുമ്മ യതൂബൂന മിൻ ഖരീബ്. അല്ലാഹു സുബ്ഹാനഹു വ തആല 4-ാം അധ്യായം സൂറത്തു നിസായിലെ 17-ാമത്തെ വചനത്തിൽ പറഞ്ഞു, ഇന്നമ തൗബത്തു, തീർച്ചയായിട്ടും പശ്ചാത്താപം അഥവാ തൗബ എന്ന് പറഞ്ഞാൽ അലല്ലാഹി, അല്ലാഹുവിങ്കൽ സ്വീകാര്യമായ തൗബ എന്ന് പറഞ്ഞാൽ ദൈ പറയാൻ പോകുന്നതാണ്. എന്താണ്? ഇന്നമ തൗബത്തു അലല്ലാഹി ലില്ലദീന യഅമലൂന സൂഅ ബിജഹാലത്തിൻ. ഞാൻ ഈ പറയുന്നത് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. അജ്ഞത കൊണ്ടോ അറിവില്ലായ്മ കൊണ്ടോ സാഹചര്യത്തിന്റെ വല്ലാത്ത സമ്മർദ്ദം കൊണ്ടോ ദുർബല നിമിഷത്തിലോ ഒരാൾ പാപം ചെയ്തു പോയാൽ, തെറ്റ് ചെയ്തു പോയാൽ ഉടനെ തന്നെ പശ്ചാത്തപിക്കുക. സുമ്മ യതൂബൂന മിൻ ഖരീബ്, ഉടനെ തന്നെ പശ്ചാത്തപിക്കുക. റമദാനിലല്ല, കൊല്ലം തികയുമ്പോഴല്ല, വയലു പരമ്പരയുടെ അവസാനമല്ല. ചെയ്ത തെറ്റ് തിരിച്ചറിയുക, ആ തെറ്റ് ഉടനെ തന്നെ തിരുത്തുക. അങ്ങനെയുള്ളവരുടെ തൗബയാണ് അള്ളാഹു സ്വീകരിക്കുക എന്ന് അള്ളാഹു വളരെ കൃത്യമായി അവന്റെ വേദഗ്രന്ഥത്തിൽ നമ്മോട് പറഞ്ഞു പഠിപ്പിക്കുന്നുണ്ട്. ഇതാണ് സമുദായത്തെ പഠിപ്പിക്കേണ്ടത്. ഇതാണ് സമുദായത്തിലെ അംഗങ്ങളായ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്. ഇതാണ് തൗബ എന്ന് മനസ്സിലാക്കുക. അല്ലാതെ തെറ്റ് ചെയ്തുകൊണ്ട് ഉറച്ചു നിൽക്കലല്ല. തെറ്റ് ചെയ്തിട്ട് അവിടെ ഉറച്ചു നിന്നുകൊണ്ട് ഒരു തൗബമില്ല. അത് പടച്ചവനെ കളിയാക്കലാണ്. യഥാർത്ഥത്തിൽ നമ്മളിൽ പലരും ചെയ്യുന്ന തൗബയുടെ പേരിൽ തന്നെ അള്ളാഹിനോട് വേറെ തൗബ ചെയ്യണം. നമ്മൾ ചെയ്യുന്ന തൗബ അനുസരിച്ച് അള്ളാഹിനോട് വേറെ തൗബ ചെയ്യണം. കാരണം തൗബ ചെയ്ത പാവം പൊറുക്കാൻ വേണ്ടിയിട്ട് വേറെ തൗബ ചെയ്യേണ്ടി വരും. കാരണം തെറ്റുകളിൽ നിന്ന് നമ്മൾ മാറുന്നില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വേദഗ്രന്ഥത്തിൽ 3-ാം അധ്യായം സൂറത്ത് ആൽ ഇംറാൻ 135-ാം വചനം, ആകാശഭൂമികളോളം വിശാലമായ സ്വർഗാവകാശികളുടെ കഥ പറയുകയാണ് അല്ലാഹു. അവരുടെ ക്വാളിറ്റി പറയുകയാണ് അല്ലാഹു. ആ ക്വാളിറ്റി, വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർദുഹാ സമാവാതു വൽ അർദ് ഉഇദ്ദത് ലിൽ മുത്തഖീൻ. ഞാൻ മുത്തഖികൾക്ക് വേണ്ടി തയ്യാർ ചെയ്തു വച്ചിട്ടുള്ള ആകാശഭൂമികളോളം വിശാലമായ സ്വർഗത്തിലേക്ക് ഓടിയെടുക്കുവീൻ, അള്ളാഹുവിന്റെ മഗ്ഫിറത്തിലേക്കും പാപമോചനത്തിലേക്കും നിങ്ങൾ ഓടിയെടുക്കുവീൻ എന്ന് പറഞ്ഞതിന് ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ ക്വാളിറ്റിയാണ് പറയുന്നത്. അവരുടെ പ്രത്യേകത എന്താണ്, അവരുടെ ഫീച്ചേഴ്സ് എന്താണ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ആ പറയുന്ന കൂട്ടത്തിൽ അള്ളാഹു പറയുന്നു, വല്ലദീന ഇദാ ഫഅലു ഫാഹിശതൻ ഔ ളലമു അൻഫുസഹും ദക്കറുല്ലാഹ്. വല്ലദീന ഇദാ ഫഅലു ഫാഹിശതൻ, അവർ ഒരു തെറ്റും ചെയ്യൂല എന്നല്ല. ഇത് ആരെക്കുറിച്ച് പറയുന്നതാ? ആകാശഭൂമികളോളം വിശാലമായ സ്വർഗത്തിന് അവകാശിയായിട്ടുള്ള മുത്തക്കികളെ കുറിച്ച് പറയുന്നതാണ്. അവർ തെറ്റ് ചെയ്യൂല എന്നല്ല അള്ളാഹ് പറഞ്ഞത്. ഞാനത് തുടക്കത്തിൽ പറഞ്ഞത്, മുത്തക്കികൾക്ക് ഒരു തെറ്റും പറ്റൂല എന്നുള്ള സങ്കല്പമൊന്നും ഇസ്ലാമും വെച്ച് പുലർത്തിയിട്ടില്ല. സാക്ഷാൽ അവരെ സൃഷ്ടിച്ച പടച്ചമ്പുരാനും വെച്ച് പുലർത്തിയിട്ടില്ല. ഇവർക്കൊരു തെറ്റും പറ്റൂല. അവർക്ക് തെറ്റുപറ്റും. ഫഅലു ഫാഹിശതൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചെറിയ തിന്മയുണ്ടല്ലോ, ആ ചെറിയ തിന്മയെ കുറിച്ച് പറയുന്നത് പോലും അല്ല ഫാഹിശത്ത് എന്ന് പറഞ്ഞാൽ. ഫാഹിശത്ത് എന്ന് പറഞ്ഞാൽ സാമാന്യം തരക്കേടില്ലാത്ത തമ്മാടിത്തരം ചെയ്യുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. സാധാരണ വിശുദ്ധ ഖുർആനിൽ അത് പ്രയോഗിച്ചിട്ടുള്ള ആ കണ്ടക്സ്റ്റുകൾ പരിശോധിച്ചാൽ ഫാഹിശത്ത് എന്ന് പറയുന്നത് ചെറിയ കുഞ്ഞു തിന്മകളെ കുറിച്ചല്ല, കുറച്ചുകൂടി ഗൗരവപ്പെട്ട തിന്മകളെ കുറിച്ചാണ്. അതിനെക്കുറിച്ച് അള്ളാഹ് പറയുന്നു, വല്ലദീന ഇദാ ഫഅലു ഫാഹിശതൻ ഔ ളലമു. ആകാശഭൂമികളോളം വിശാലമായ സ്വർഗത്തിന് അവകാശികളായിട്ടുള്ള ഈ മുത്തക്കികൾ അവർ തങ്ങളോട് ഗുരുതരമായ അക്രമം ചെയ്താൽ, തെറ്റ് ചെയ്താൽ, പാപം ചെയ്താൽ അള്ളാഹുവിനെ കുറിച്ച് ഉടനെ ഓർക്കുകയും പശ്ചാത്തപിക്കുകയും ആ തെറ്റിൽ അവർ ഒരിക്കലും അടിയുറച്ചു നിൽക്കുകയുമില്ല. വലം യുസിറു അലാ മാ ഫഅലൂ വഹും യഅലമൂൻ. അവർ ഒരു ന്യായവും പറഞ്ഞ് അവർ ഒരിക്കലും അതിനകത്ത് ഉറച്ചു നിൽക്കൂല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഒരിക്കലും ഉറച്ചു നിൽക്കൂല. ഇതാണ് പ്രശ്നം. തെറ്റിൽ അവിടെ തന്നെ നിൽക്കുക, എന്നിട്ട് തൗബ ചെയ്യുക. ഇന്നലെകളിൽ നമ്മൾ ചെയ്തു പോയ അതേ തിന്മകൾ അതേ ഇന്റൻസിറ്റിയിൽ അതേ ഗ്രാവിറ്റിയിൽ നമ്മൾ ഇന്നും ചെയ്യും, നാളെയും ചെയ്യും. എന്നിട്ട് ഒരു തരം തൗബ ചെയ്യലും. അതെന്ത് തൗബയാണ്? ഈ കുട്ടികളൊക്കെ പറയുന്ന പോലെ കാക്ക തൗബയാണോ അത്? അങ്ങനെ ഒരു തൗബ ഇല്ല ഇസ്ലാമിൽ. അതുകൊണ്ടാണ് ജീവിതത്തെ വളരെ വിജിലൻ്റായിട്ട് നമ്മൾ സമീപിക്കണമെന്ന് പറയുന്നത്. ജീവിതത്തെ വളരെ വിജിലൻ്റായിട്ട് സമീപിക്കണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്.
ഇനി 86-ാം അധ്യായം സൂറത്തു തഹരീമിൽ 6-ാം വചനത്തിൽ അല്ലാഹു തൗബയെക്കുറിച്ച് മറ്റൊരു വിശദീകരണം നമുക്ക് നൽകുന്നുണ്ട്. മുഖ്യമായും തൗബയെക്കുറിച്ച് നൽകുന്ന മുഖ്യ വിശദീകരണങ്ങളിൽ 2 വിശദീകരണം ഇതാണ്. രണ്ടാമത്തെ എന്താണ്? യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, തൂബൂ ഇലല്ലാഹി തൗബത്തൻ നസൂഹ, നിങ്ങൾ പശ്ചാത്തപിക്കണം, പക്ഷേ ആത്മാർത്ഥമായ പശ്ചാത്തപമായിരിക്കണം. പശ്ചാത്തപം സിൻസിയർ ആയിരിക്കണം, ഇന്നസെന്റ് ആയിരിക്കണം പശ്ചാത്താപം. അപ്പൊ ഇവിടെ അല്ലാഹ് പറയുന്നത് നിങ്ങൾ തൗബ ചെയ്യുമ്പോൾ നിഷ്കളങ്കമായ തൗബ ചെയ്യണം. എന്താണ് ഈ സിൻസിയറിറ്റി ഓഫ് തൗബ എന്ന് പറയുന്നത്? എന്താണ് ഈ തൗബ ചെയ്യുമ്പോൾ നിഷ്കളങ്കത്വം? നിഷ്കളങ്കത്വം മറ്റൊന്നുമല്ല, ഒന്നാമത്തേത് ബോധവും ഖേദവും. സിൻസിയറിറ്റി, തൗബയുടെ ആത്മാർത്ഥമായ തൗബയുടെ ഒന്നാമത്തെ ലക്ഷണം ചെയ്തതിനെ കുറിച്ച് ബോധം വേണം. ഞാൻ ചെയ്ത്, എൻ്റെ ഭാഗത്ത് സംഭവിച്ച്. രണ്ടാമത്തേത് ഖേദം വേണം, മനസ്സിൽ വല്ലാത്ത ദുഃഖം വേണം. പ്രധാനമായിട്ട് വേണ്ടത് അതാണ്, ആ ദുഃഖമാണ്. ആ ദുഃഖത്തിൽ നിന്ന് ഒരു തിരിഞ്ഞു നടക്കാനുള്ള സന്നദ്ധതയാണ്. ഇനി അതിനകത്തേക്ക് പോണില്ല, ഇനി ഞാൻ ആ തിന്മ ചെയ്യണില്ല എന്ന ആ ഒരു ബോധം, ആ ഒരു ഖേദം, ഇതാണ് നമുക്ക് വേണ്ടത്. ഒന്നാമത്തേത് അതാണ്. രണ്ടാമത്തേത് വനീബു ഇലാ റബ്ബിക്കും വസ്ലിമു ലഹു, അള്ളാഹുവിലേക്ക് തിരിഞ്ഞു നടക്കുകയും ഇനിയുള്ള ജീവിതത്തിൽ അള്ളാഹിനനുസരിച്ച് ജീവിക്കാനും സന്നദ്ധാകണം. വനീബു ഇലാ റബ്ബിക്കും വസ്ലിമു ലഹു, അവനിലേക്ക് തിരിഞ്ഞു നടക്കുകയും വസ്ലിമു ലഹു, അവനനുസരിക്കുകയും ചെയ്യണം. അല്ലാതെ ചെയ്തതൊക്കെ ചെയ്തുകൊണ്ട് ഇങ്ങനെ തൗബയില്ല. അതാണ് നിഷ്കളങ്കം. നിഷ്കളങ്കത്വത്തിന്റെ മൂന്നാമത്തെ ഷർത്ത് എന്താന്ന് ചോദിച്ചാൽ മറ്റൊന്നുമല്ല, ആരോടെങ്കിലും കടം വാങ്ങിയിട്ടുണ്ട്, ആരെങ്കിലും സാമ്പത്തികമായിട്ട് നമ്മൾ ആരുടെയെങ്കിലും സമ്പത്ത് അപഹരിച്ചിട്ടുണ്ട്, ഈ അക്രമമാണ് നമ്മൾ ചെയ്തേക്കണമെങ്കിൽ അത് തിരിച്ചു കൊടുക്കണം. ഒരു ഇളവും ആ വിഷയത്തിലില്ല. കടം വാങ്ങിയിട്ടുള്ളവർ ഒന്നുകിൽ അയാളോട് പറഞ്ഞ് അത് പുറത്തു തരാൻ ആവശ്യപ്പെടണം. ഒരുവിധമുള്ള ആളുകൾ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാൻ സന്നദ്ധതയുള്ളവർ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കണം. അതിന് വേണ്ട, ഈ റമദാനിനെ മുൻനിർത്തിയിട്ട് വേണ്ട, ഇനി ആ കടം എനിക്ക് വേണ്ട എന്ന് പറയാം. അത് വലിയ ഒരു നന്മയാണ്. പറ്റുന്നവർ അത് ചെയ്യണം. അയാൾ അർഹനാണെങ്കിൽ ചെയ്യണം. അല്ലാതെ ഇതൊരു പരിപാടിയാക്കി വെച്ച ആളുകൾക്ക് പുറത്തു കൊടുക്കാം എന്നല്ല ഞാൻ പറയുന്നത്. നമുക്കറിയാമല്ലോ, ഇപ്പോഴത്തെ സാമ്പത്തിക പ്രതിസന്ധിയും പ്രയാസമൊക്കെ നമുക്കറിയാം. ഒരാൾക്ക് ചിലപ്പോൾ തരാൻ കഴിയില്ല, പക്ഷെ എനിക്കിട്ട് അത് വിട്ടുവീഴ്ച ചെയ്തു കൊടുത്തു വിചാരിച്ച് ഒന്നും ബാധിക്കാനുമില്ല. അങ്ങനെയുള്ളവർ അത് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കണം. വിട്ടുവീഴ്ചയുടെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ ആ ഖുതുബയിൽ വളരെ വിശദമായി ഇത് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോ അത് ചെയ്യണം. പക്ഷേ നമ്മളെന്ത് വാങ്ങിയോലെന്ത് വിചാരിക്കരുത്. എനിക്ക് അയാൾ 5000 തന്നത് അയാൾക്കടുത്ത് 5 ലക്ഷം ഉണ്ടായിട്ടില്ലേ, ഇപ്പം എൻ്റെ 5000 അയാൾക്ക് കിട്ടിയിട്ട് ഇപ്പം എന്ത് കിട്ടാനാണ്? അയാൾക്ക് ജീവിതത്തിനൊന്നും വലിയ മുട്ടു വരൂല എന്ന് വിചാരിച്ചു കൊടുക്കാതിരിക്കുന്ന തന്ത്രം നമ്മൾ എടുക്കരുത്. അത് ഇസ്ലാം അനുവദിച്ചിട്ടുള്ളതല്ല. അത് പറയുമ്പോഴൊക്കെ നമ്മൾ പറയാറുള്ളൊരു കാര്യമുണ്ട്, MA യൂസുഫ് അലിയുടെ കയ്യിൽ നിന്ന് 1000 മേടിച്ചാലും തിരിച്ചു കൊടുക്കണം. MA യൂസുഫ് അലിക്ക് ഒരുപാട് മോളുകൾ ഗൾഫിലുമായിട്ട് ഇവിടെ ഉണ്ട്. ഇനിയിപ്പോൾ എൻ്റെ ഈ 1000 കിട്ടിയിട്ട് എന്താ കാര്യമെന്ന് ചോദിച്ചാൽ അത് കാര്യമൊന്നും ഉണ്ടാവില്ലായിരിക്കാം. പക്ഷേ ഇസ്ലാമിൽ അത് കാര്യം തന്നെയാണ്. അത് മേടിച്ച് തിരിച്ചു കൊടുക്കണം. ഇല്ലെങ്കിൽ അന്തസ്സായിട്ട് മാന്യമായിട്ട് ചെന്ന് എനിക്കിപ്പോൾ തരാൻ പ്രയാസമുണ്ട്, നിങ്ങളൊന്ന് വിട്ടുവീഴ്ച ചെയ്ത് തരുമോ, അല്ലെങ്കിൽ ഒന്ന് കാലാവധി നീട്ടി തരുമോ എന്നൊക്കെ പറയാം. അല്ലാതെ ഇത് കൊടുക്കാതെ പിന്നെ ഞാൻ അങ്ങനെ ആരോടും മേടിച്ചിട്ടില്ല എന്നുള്ള മട്ടിലൊക്കെ നടക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ചോദിച്ച ആൾ നമ്മുടെ കയ്യിൽ നിന്ന് കടം മേടിച്ച പോലെയൊക്കെ ഉള്ള മാനസികാവസ്ഥയിൽ നടക്കാന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും ഒരു ശരിയായ രീതിയല്ല. നമ്മളൊക്കെ പലരും അങ്ങനെയാണല്ലോ, മേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാളെങ്ങാനും ഡേറ്റ് കയറ്റിയോ എന്ന് ചോദിച്ചാൽ പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് അയാൾ വാങ്ങിയ പോലെയായി. ഇങ്ങനെയൊന്നും ആകരുത്. നമ്മൾ കടമിടപാടുകൾ പരമാവധി നമ്മൾ ചുരുക്കണം. അതാണ് ആ വിഷയത്തിൽ ചെയ്യേണ്ടത്. കടം വാങ്ങുക എന്ന് പറയുന്നത് വാങ്ങാതിരിക്കാനൊന്നും പറ്റില്ല. കൊടുക്കലും ഭയങ്കര നല്ല കാര്യം തന്നെയാണ്. പിന്നെ എന്താ പ്രശ്നം വെച്ചാൽ എല്ലാ അത്യാവശ്യ ആളുകളൊക്കെ പൈസ കൊടുക്കും. പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഇത് കൊടുത്ത നേരെ തിരിച്ചു കിട്ടൂല. അതാണ് പ്രശ്നം. ആളുകൾ കൃത്യമായിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആളുകൾ അത്യാവശ്യം പൈസ ആളുകൾക്ക് ചെയ്യും. പിന്നെ വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കേണ്ടവർ വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കുക. അതും നല്ല കാര്യമാണ്. നമ്മൾ ചെറിയ കാര്യമായിട്ട് അതിനെ കാണരുത്. അപ്പോൾ വാങ്ങിയ എന്തെങ്കിലും പൈസ ഉണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കുക. രണ്ടാമത്തെ സംഗതി, ആരുടെയെങ്കിലും അഭിമാനം നമ്മൾ ക്ഷതപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, ആരെയെങ്കിലും നമ്മൾ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അയാളോട് ക്ഷമാപണം നടത്തണം. അല്ലാതെ ഞാനിപ്പോൾ അവസാനം പറഞ്ഞ ഈ 2 കാര്യത്തിൽ നമ്മൾ ഏത് മൂലക്കെ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല. ആരെങ്കിലുമൊക്കെ ഉപദ്രവിച്ചിട്ട് അവരുടെ അഭിമാനത്തിന് ക്ഷതം വരുത്തിയിട്ട് നമ്മൾ പള്ളിയുടെ മൂലക്കെ കയറി ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കാര്യമില്ല. നിങ്ങൾ നിസ്കരിച്ചില്ലേ, പള്ളിയുടെ മൂലക്കെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ അല്ലാഹ് പുറത്തു തരും.
നിങ്ങൾ നോമ്പ് പിടിച്ചില്ലേ, നിങ്ങൾ മദ്യപിച്ചോ, നിങ്ങൾ വ്യഭിചരിച്ചോ, നിങ്ങൾ മറ്റെന്തെങ്കിലും തിന്മകൾ ചെയ്തോ എങ്കിൽ പള്ളിയുടെ മൂലക്കെ ഇരുന്ന്, അല്ലെങ്കിൽ നിങ്ങളുടെ വീടിന്റെ മൂലക്കെ ഇരുന്ന്, അല്ലെങ്കിൽ സിറ്റ് ഔട്ടിൽ ഇരുന്ന് ഞാൻ ഈ പറഞ്ഞ ഖേദത്തോടുകൂടി ബോധത്തോടുകൂടി അള്ളാഹിനോട് പ്രാർത്ഥിച്ച് അള്ളാഹ് പുറത്തു തരും. നോ ഡൗട്ട് അറ്റ് ഓൾ, ഒരു സംശയമില്ല കാര്യത്തിൽ. അള്ളാഹ് പുറത്തു തരും. നിങ്ങൾ ഒറ്റക്ക് പ്രാർത്ഥിച്ചാൽ മതി, ഒരാളും ഭൂമിയിൽ അറിയണ്ട. പക്ഷെ ഒരുത്തന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കാതിരിക്കുകയും എന്നിട്ട് അതെനിക്ക് പുറത്തു തരണമെന്ന് പറയുകയും ചെയ്താൽ അത് നിങ്ങൾ കഅബ ഷരീഫിന്റെ സമീപത്ത് പോയിരുന്നു മുട്ടുകുത്തി മുട്ടിപ്പായി പ്രാർത്ഥിച്ചാലും അള്ളാഹ് പുറത്തു തരില്ല, പൈസ തിരിച്ചു കൊടുക്കാത്തടത്തോളം കാലം. ഒരാളുടെ അഭിമാനത്തെ ക്ഷതപ്പെടുത്തിയിട്ടുണ്ട്. അനാവശ്യമായിട്ട് അയാൾ ചെയ്യാത്ത കാര്യങ്ങൾ അയാളുടെ തലയിൽ കെട്ടിവെച്ചു. ഗുരുതരമായ ആരോപണങ്ങൾ നമ്മൾ അയാൾക്കെതിരെ നടത്തി. എന്നിട്ട് നമ്മൾ അയാളെ സമൂഹത്തിൽ അപമാനിച്ചു. നമ്മൾ പറഞ്ഞു എന്ന കാരണത്താൽ, അതിനൊരു ഓതന്റിസിറ്റി ഉണ്ടെന്ന കാരണത്താൽ അയാൾ സമൂഹത്തിൽ അപമാനിക്കപ്പെട്ടു. നമ്മൾ ഒറ്റക്ക് റമദാനിലിരുന്ന് മൂലക്കെ ഇരുന്ന് പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനക്കൊന്നും ഉത്തരം തരാനിരിക്കുന്ന ആളല്ല പടച്ചാമ്പുരാൻ. അയാളോട് പോയി മാന്യമായി ക്ഷമാപണം നടത്തണം. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, വർത്തമാനം പറയുമ്പോൾ വളരെ സൂക്ഷിച്ചു വേണം വർത്തമാനം പറയാൻ എന്ന് നമ്മൾ വർത്തമാനത്തെക്കുറിച്ച് പറഞ്ഞ സന്ദർഭങ്ങളിലെല്ലാം നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ 3-4 ശുറൂത്തുകളുണ്ട് തൗബക്ക്. ഈ ശുറൂത്തുകൾ പാലിച്ചാലാണ് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗബ സ്വീകരിക്കുക. തൗബ സ്വീകരിക്കും, ഒരു പ്രശ്നമില്ല. വ്യാമോഹവുമായി നമ്മൾ നടക്കരുത്. യഖുദൂന അർള ഹാദൽ അദ്നാ വയഖൂലൂന സയഗ്ഫർ ലനാ. 7-ാം അധ്യായം സൂറത്തുൽ അഅറാഫിലെ 169-ാം വചനം. ഒരു കൂട്ടരെ കുറിച്ച് അല്ലാഹ് പറഞ്ഞു, യഖുദൂന അർള ഹാദൽ അദ്നാ, അധമ ലാഭങ്ങൾ വാരിക്കൂട്ടുകയും അള്ളാഹു ഞങ്ങൾക്ക് പുറത്തു തരും എന്ന് വ്യാമോഹിച്ചു നടക്കുകയും ചെയ്യുന്ന ആളുകൾ എന്ന് പറഞ്ഞവരുടെ കൂട്ടത്തിൽ നമ്മൾ ആകരുത്. അൽ കയ്യിസു മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത് വൽ ആജിസു മൻ അത്ബഅ നഫ്സഹു ഹവാഹാ ഫതമന്ന അലല്ലാഹിൽ അമാനിയ. അഥവാ യഥാർത്ഥ ബുദ്ധിമാന്മാർ എന്ന് പറയുന്നത് മരണാനന്തര ജീവിതത്തിനു വേണ്ടി ജീവിതത്തെ നന്നാക്കുന്ന ആളുകളാണ് യഥാർത്ഥ ബുദ്ധിമാന്മാർ. അവർ ജീവിതത്തെ വിചാരണ ചെയ്തുകൊണ്ടിരിക്കും, മരണാനന്തര ജീവിതത്തിനു വേണ്ടി തയ്യാർ ചെയ്തുകൊണ്ടിരിക്കും. വൽ ആജിസു മൻ അത്ബഅ നഫ്സഹു ഹവാഹാ ഫതമന്ന അലല്ലാഹിൽ അമാനിയ. വിഡ്ഢികൾ, അന്തം കെട്ടവർ എന്ന് പറയുന്നവർ അങ്ങനെയല്ല. അവർ ജീവിക്കുമ്പോൾ ദൈനംദിന ജീവിതത്തിൽ അവർ അവരുടെ ഇച്ഛയുടെ പുറകിൽ പോകും. എന്നിട്ട് അവർ വിചാരിച്ചു നടക്കും, അള്ളാഹു കാരുണ്യവാനാണ്, അവൻ എനിക്ക് പുറത്ത് തരാതിരിക്കില്ല എന്ന്. അവരോടൊക്കെ അള്ളാഹു തീർത്തു പറയുകയാണ്, ലൈസ ബി അമാനിയക്കും വല അമാനി അഹ്ലിൽ കിതാബ്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല കാര്യങ്ങൾ, നിങ്ങളുടെ വ്യാമോഹം പോലെയല്ല കാര്യങ്ങൾ. മൻ യഅമൽ സൂഅൻ, ആര് തെമ്മാടിത്തരം ചെയ്യുന്നുവോ അവൻ അതിന്റെ പ്രത്യാഘാതം അനുഭവിച്ചേ മതിയാകൂ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുക. വ്യാമോഹമായിട്ട് നടക്കരുത്. നമ്മൾ എന്ത് തിന്മയും ചെയ്തോട്ടെ, പ്രശ്നമില്ല, ഒരു പ്രശ്നമില്ല. അള്ളാഹ് മാപ്പാക്കും. അള്ളാഹ് കാരുണ്യവാനാണ്. പശ്ചാത്താപം ചെയ്യുന്നത് വരെ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് പുറത്തു തരും നമുക്ക്. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ. നിങ്ങൾ അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ തൊട്ട് നിങ്ങൾ നിരാശരാകേണ്ടതില്ല. എന്ത് പാപമുണ്ടെങ്കിലും പുറത്തു വരും. അത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നിടത്ത് അള്ളാഹ് പറഞ്ഞൊരു കാര്യമുണ്ട്, വഅനീബു ഇലാ റബ്ബിക്കും വഅസ്ലിമൂ ലഹു. നിങ്ങൾ പശ്ചാത്തപിച്ച് കഴിഞ്ഞതിന് ശേഷം അള്ളാഹുവിലേക്ക് തിരിഞ്ഞു നടക്കുക, നിങ്ങൾ അള്ളാഹുവിൻ്റെ അനുസരണത്തിൽ പ്രവേശിക്കുക. ഇത്രേ അള്ളാഹ്ക്ക് ആവശ്യമുള്ളൂ. പശ്ചാത്തപിച്ച് ഞാൻ സ്വീകരിക്കാം, പക്ഷെ പശ്ചാത്തപിച്ച് കഴിഞ്ഞ പിന്നെ പഴയ പണി എടുക്കരുത്. ഇതേ അള്ളാഹുവിന് ആവശ്യം. അതുകൊണ്ട് ഞാൻ പറയുന്നത്, നമുക്ക് മനസ്സിൽ തട്ടിയുള്ള ഇസ്തിഗ്ഫാറോ പാപമോചന പ്രാർത്ഥനയോ മനസ്സിൽ തട്ടിയുള്ള നമുക്ക് തൗബയോ ചെയ്യണമെങ്കിൽ 2 കാര്യങ്ങളിൽ നമുക്ക് നല്ല ബോധ്യം വേണം. ഒന്ന്, ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന ഒരു നാഥനുണ്ട് എന്ന കാര്യത്തിൽ. രണ്ടാമത്തേത്, ആ നാഥൻ്റെ മുമ്പിൽ വിചാരണക്ക് നേരിടേണ്ടി വരും, ചെല്ലേണ്ടി വരും എന്ന ബോധ്യം. ഈ 2 ബോധ്യമുള്ള ആളുകൾക്കാണ് ജീവിതത്തെ ഗൗരവമായി സമീപിക്കാൻ കഴിയൂ. അതുപോലെ തന്നെ തൗബയെയും ഗൗരവമായി സമീപിക്കാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ തൗബ ചെയ്യുന്ന സത്യവിശ്വാസികളുടെ ഗണത്തിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നുപോയ വീഴ്ചകൾ പടച്ചാമ്പുരാൻ നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ.